താങ്കൾ അങ്ങോട്ട് നോക്കിയാൽ ഒരു വിശാലമായിട്ടൊരു സ്റ്റില്ല് കാണാം. കണ്ടല്ലോ? കണ്ടു സർ. ആ, ഇനിയിപ്പോ കാലേന്നാന്നോ തലേന്നാന്നോ ചോദ്യം വരുന്നത് പറയാൻ പറ്റത്തില്ല. അതെ. ആ, നോക്കിക്കഴിഞ്ഞല്ലോ. കണ്ടു സർ. ആ, ആവശ്യം വന്നാൽ ഒന്നുകൂടെ കാണിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ആരാണ് ഈ ഭീകരൻ? ഞാൻ ചോദിച്ചത് ആരാണ് ഈ കുട്ടി ഭീകരൻ എന്നാണ് കേട്ടോ. ഓപ്ഷൻ എ സച്ചിൻ ടെണ്ടുൽക്കർ, ഓപ്ഷൻ ബി അഭിഷേക് ബച്ചൻ, ഓപ്ഷൻ സി വീരേന്ദ്ര സെവാഗ്, ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി, ഓപ്ഷൻ ഇ കെ മുരളീധരൻ. ഇത് ഈ പറയുന്നവരിൽ ഒരാളിന്റെ ബാല്യ ചിത്രമാണ്, ബാലനായിരുന്നുള്ള ചിത്രമാണ്. സാർ എനിക്ക് വീരേന്ദ്ര സേവാഗ് ഡൗട്ട് ഉണ്ട്. പിടിവള്ളി എടുക്കാം. രണ്ട് പിടിവള്ളി അവിടെ കുട്ടേട്ടന്റെ കയ്യിലുണ്ട്, ഒരു പിടിവള്ളി കുടുംബക്കാരുടെ അടുത്തുണ്ട്, ഒരു പിടിവള്ളി എന്റെ കയ്യിലുണ്ട്. കുടുംബക്കാരോട് ചോദിച്ചോട്ടെ സാർ. ആ, പിന്നെന്താ? അമ്മ ഇതിൽ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? കെ മുരളീധരനെ കണ്ടിട്ടുണ്ടാവും. അതല്ലേ? ആ, അറിയാം കിട്ടാം. ആ, അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യും, ഞാൻ ചെന്ന് പറഞ്ഞോട്ടെ. ഉറപ്പുണ്ടെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ കരകുളത്തേക്ക് ഇപ്പൊ തന്നെ യാത്രയാവും. അതെ സാർ, അതെ. അറിയാലോ. കുട്ടേട്ടനോട് ചോദിച്ചോളൂ. കുട്ടേട്ടാ, സഹായിക്കാമോ? തീർച്ചയായിട്ടും സഹായിക്കാം. പറഞ്ഞോളൂ കുട്ടേട്ടാ. എനിക്ക് സംശയമുള്ള രണ്ട് ഓപ്ഷൻസ്, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. ബി വിരാട് കോഹ്ലി, ഇ കെ മുരളീധരൻ. സർ, ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി. കെ മുരളീധരൻ ആകാൻ സാധ്യതയില്ലെന്നാണോ പറയുന്നത്? വിരാട് കോഹ്ലി. ഇതിനിടയിൽ ഞാനൊരു തമാശ പറയട്ടെ. ഞാൻ ഇത്രയും കാലം കുട്ടേട്ടെന്ന് വിളിച്ചിട്ട് എന്തോ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാ. അതാണ് കുട്ടേട്ടൻ. പെൺകുട്ടികൾ വന്നാൽ കുട്ടേട്ടന്റെ സ്വഭാവവും മനസ്സും ഒക്കെ മമ്മൂക്കയുടെ പഴയൊരു ചിത്രം ഓർമ്മയില്ലേ, കുട്ടേട്ടൻ സിനിമ കണ്ടിട്ടുണ്ടോ? അത് ഉണ്ട്, കണ്ടു കാണും. ഒരു വിധമുള്ള പെൺകുട്ടികളൊക്കെ ആ സിനിമ കണ്ടു കാണും. ഈ കുട്ടേട്ടന് ഈ പേര് കിട്ടിയത് കാരണം അതിലേക്ക് യാത്ര ചെയ്യുവാന്ന് എന്റെ പടി. കുട്ടേട്ടാ, കാണാത്ത സിനിമകളൊന്നും അവരെ ഓർപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിരാട് കോഹ്ലി അല്ലേ? അപ്പോ എന്തുകൊണ്ട് കെ മുരളീധരൻ ആകുന്നില്ല? കെ മുരളീധരൻ സാർ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ നിൽക്കാൻ ഒരു അല്ലെ, പുള്ളി അത് പക്ഷേ പറയാൻ പറ്റത്തില്ല. പക്ഷെ അതേ അല്ലാത്തോണ്ടായിരിക്കും ചിലപ്പോ. അപ്പൊ എന്തായാലും താങ്കൾ ഉറപ്പിക്കുന്നു ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി. താങ്കൾ പറഞ്ഞ ഉത്തരം പൈസ ഒരുപാട് ആവശ്യമുണ്ടെന്നല്ലേ പറഞ്ഞു? അപ്പൊ പിന്നെ ശരിയായിക്കോട്ടെ, ഉത്തരം ശരിയാണ്. വിരാട് കോഹ്ലിയാണ്. അപ്പൊ ഇതിനകത്ത് വലിയ ദുരന്തം പറ്റിപ്പോയെന്ന് വെച്ചാല് രണ്ട് പിടിവള്ളി പോയി. ഇനി ഒരു പിടിവള്ളി മാത്രമേ, ഒരു പിടിവള്ളി എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഒരു അന്ധകരണമാണ്. അപ്പൊ ഇനി നമുക്ക് ക്രിക്കറ്റ് പേഴ്സൺസുമായിട്ട് അങ്ങനെ മുമ്പ് ഞങ്ങൾ അറിയാം. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്പോർട്സ് ആയിട്ട് ഒരു കളി അറിയത്തില്ല. മോൻ ഫുട്ബോളറാണ്, ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണ്, നന്നായിട്ട് ഫുട്ബോൾ കളിക്കും. ആരോമലും അതുപോലെ തന്നെയാണ്. ഫുട്ബോളാണ് ലൈഫ് എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് മോൻ അക്ഷയ് ഭാരതി. അക്ഷയ് ഭാരതിയോ? അതെ. അക്ഷയ് ഭാരതി ഫുട്ബോൾ ഭ്രാന്തനാണോ? ഓക്കെ, കളിയൊക്കെ കാണാൻ പോവോ? വേൾഡ് കപ്പ് ഒക്കെ ഇരുന്നാ കാണുവോ? ഓക്കെ, അവൻ അതിൽ വരട്ടെ, ചിലപ്പോ അറിയാൻ പറ്റത്തില്ല, അവൻ വലിയൊരു കളിക്കാരനായാലും. അവന്റെ ഇഷ്ടം പോലെ. പ്രതീക്ഷ എനിക്ക് അവനെ ഒരു മാമ്പൂ കണ്ടും മക്കളെ കൊണ്ടും മോഹിക്കരുതെന്നാണ്. എന്നാലും ഞാൻ മോഹിച്ചുകൊണ്ടേ ഇരിക്കും. താങ്കളുടെ സ്വാതന്ത്ര്യം. അതെ, തീർച്ചയായിട്ടും.